നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. അത്തേക്കോ. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, കടമെടുത്ത് ലോൺ എടുത്ത് നമ്മൾ ഒരു കാരണവശാലും വീട് പണിയില്ല, വളരെ കുറഞ്ഞ തുകയ്ക്ക് നമ്മൾ വീട് തീർക്കണമെന്നായിരുന്നു ആഗ്രഹം. ആ വീട്ടിൽ കിടക്കുമ്പോഴുള്ള സമാധാനവും സംതൃപ്തിയും അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. നമസ്കാരം, എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ KP ഫിഫ്തിലെ സ്ട്രെങ്താണ്. ഈ വീട് ഞാനാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശം 4 ലക്ഷത്തോളം രൂപ ഈ വീടിന് ചിലവായി. 4 ലക്ഷത്തോളം രൂപ. ഒരു പക്ഷേ ഒരു 3-3.5 ലക്ഷത്തോളം രൂപയ്ക്ക് നമുക്ക് ഈ വീട് തീർക്കാമായിരുന്നു, ഇൻ കേസ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ റോഡ് സൗകര്യം ഇല്ലായിരുന്നതുകൊണ്ട് ഈ സാധനങ്ങൾ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ നമുക്ക് അധികമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങളെന്ന് പറയുന്നത് ഒരു ബെഡ്റൂം, പിന്നെ ഒരു ബാത്റൂം, പിന്നെ കിച്ചൺ, ഇത്രയും സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ സോപാനം, ഇത് മാത്രമാണ് നമ്മുടെ വീടിൻ്റെ ആകെ ഒരു ഘടന. നമ്മുടെ വീടിൻ്റെ ആകെ ഘടന എന്ന് പറയുന്നത് ഇത്രയും മാത്രമാണ്. ഈ വഴിയിലൂടെയാണ് നമ്മൾ സാധനങ്ങളെല്ലാം, ഈ വീട് വെക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കാണാം. ഇവിടെ പുൽത്തകിടി വെച്ചിട്ടുണ്ട്. പുൽത്തകിടി സാധാരണ നമ്മൾ പുൽത്തകിടി ഒരു വലിയ കോസ്റ്റ് മുടക്കിയൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, വളരെ ചെറിയ എമൗണ്ട് മുടക്കിയാണ് നമ്മൾ പുൽത്തകിടി വെച്ചിരിക്കുന്നത്. അതുപോലെ ധാരാളം ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂടും അസ്വസ്ഥതയും മാനസികമായിട്ട് നമുക്ക് ഒരിക്കലും ഉൾക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഈ വാർത്ത കെട്ടിടങ്ങൾ കിടക്കുമ്പോഴുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നല്ല പഴയ ആൾക്കാർ ചെയ്ത പോലെ തന്നെ തണുത്ത ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഓട് തന്നെയായിരുന്നു. അപ്പോൾ വീടിനകത്ത് നിൽക്കുന്ന ചൂട് കാറ്റ് പുറത്തോട്ട് പോകുവാനും തണുത്ത കാറ്റ് അകത്തോട്ട് കയറുവാനും ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഓടാണ്. ഓടിട്ട വീട് തന്നെയാണ്. സാധാരണ നമ്മൾ വീട് പണിയുമ്പോൾ എല്ലാവരും ലോണൊക്കെ എടുത്തിട്ടാണ് വീട് പണിയുന്നത്. അപ്പം ലോൺ എടുത്ത് വീട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ സാധാരണ നമുക്ക് മിച്ചം യാതൊരുവിധ തുകയും, ആ ലോൺ എടുക്കുന്ന തുകയിൽ നിന്ന് യാതൊരുവിധ പൈസയും നമുക്ക് മിച്ചം ഉണ്ടാകത്തില്ല. പക്ഷേ ഈ നമ്മൾ സംഘടിപ്പിച്ച പൈസയിൽ നിന്നും നമുക്കൊരു വീട് വെക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരു മതിൽ കെട്ടാൻ പറ്റി. പിന്നെ വണ്ടിയുടെ CC ഉണ്ടായിരുന്നു, ആ വണ്ടിയുടെ CC നമുക്ക് അടക്കാൻ പറ്റി, ക്ലോസ് ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. പറമ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 സെൻറ്റ് സ്ഥലത്തോളം ഉണ്ട്. പക്ഷേ എന്നാൽ വീട് നമ്മൾ വെച്ചിരിക്കുന്നത് 450 സ്ക്വയർ ഫീറ്റാണ്. അത് മതി നമുക്ക് ഒരു കുടുംബത്തിന് സമാധാനമായിട്ടും സന്തോഷമായിട്ടും കഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വീട് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് ആഗ്രഹം. ഒരു മനുഷ്യന് ഒരു ആയുസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണോ സ്വപ്നമായിട്ട് നിൽക്കുന്നത്, ആ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പൈസ മുടക്കാതെ അവന് ഒതുങ്ങിയ രീതിയിൽ ചെയ്ത് മാറുക എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ സംതൃപ്തിയുണ്ട്. വീടിൻ്റെ അകത്തോട്ട് കാണാം. ഇത് സോപാനം. ഈ സോപാനത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു വീടിനകത്തിരിക്കുന്നതിൻ്റെ ആയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊരു പുറത്ത് അന്തരീക്ഷത്തിലുള്ള എല്ലാവിധ കാലാവസ്ഥയും നമുക്ക് അനുഭവിക്കാനും പറ്റും. എന്നാൽ ഒരു വീടിൻ്റെതായ എല്ലാവിധ അറ്റ്മോസ്ഫിയറും നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇരുന്ന് ധാരാളം പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നുണ്ട്. നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. അത്തേക്കോ. ഇതാണ് ഞങ്ങളുടെ വീടിനകം. ഈ ഒരു ഹാളും പിന്നെ ഒരു കിച്ചണും ബാത്റൂമും, ഇത്രയും സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കിച്ചൺ, ഇത് ബാത്റൂം. പിന്നെ ഇവിടെയുള്ളത് സൗകര്യം എന്ന് വെച്ചാൽ ഒരു ഡൈനിങ് ടേബിൾ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ സാധാരണ ആഹാരം കഴിക്കുന്നത്. ഒരു ചെറിയ ഡൈനിങ് ടേബിൾ. അപ്പോൾ പിന്നെ വീട്ടിൽ വലിയ ഡൈനിങ് ടേബിൾ നമുക്ക് ഇടാനുള്ള അസൗകര്യം, അതുകൊണ്ട് ചെറിയ ഡൈനിങ് ടേബിൾ, വളരെ തീരെ ചെറിയ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ച് ഞാൻ, വൈഫ്, കുഞ്ഞ്, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഡൈനിങ് ടേബിൾ തന്നെ ധാരാളം. ഇതാണ് കിച്ചൺ. ചെറുപ്പം മുതലേ ധാരാളം പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. സാധാരണ എല്ലാവരും വായിക്കുന്ന പോലെയുള്ള സിനിമ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. ഞാൻ ഒരു സിനിമയുടെ വലിയൊരു ആരാധകനായതുകൊണ്ട് ഇതിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളും സിനിമയെ സംബന്ധിക്കുന്നതും സിനിമാക്കാരെഴുതിയ പുസ്തകങ്ങളുമാണ്. തിരക്കഥ അത്യാവശ്യം എഴുതാറുണ്ട്. തിരക്കഥ സംബന്ധിക്കുന്ന പുസ്തകങ്ങളാണ് ഇരിക്കുന്നത്. പിന്നെ പല പ്രമുഖരായ നടന്മാരുടെയും ജീവചരിത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. ഒരു വൻ കണക്ഷൻ തന്നെ ഈ ഇരിക്കുന്ന പോർഷൻ മുതൽ പോസിറ്റീവ് തിങ്കേഴ്സിൻ്റെ പുസ്തകങ്ങളാണ്. ഒരു വൻ കളക്ഷൻ തന്നെയുണ്ട്. സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ, സിനിമ എന്ന് കാണാൻ തുടങ്ങി അന്ന് മുതൽ സിനിമക്കാരനാകണമെന്നും സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹം തുടങ്ങിയതാണ്. ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്.
പിന്നെ സീരിയലിൽ ഏകദേശം നല്ല നല്ല രീതിയിലുള്ള വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇതാണ് പഴയ രൂപം, ഇതാണ് പഴയ രൂപം. പക്ഷേ മുടിയെല്ലാം വെട്ടി, പോലീസിൽ വന്നതിന് ശേഷം മുടിയെല്ലാം വെട്ടി സാധാരണ ആ പഴയ കോലത്തിൽ നിന്ന് മാറി ഒരു പോലീസുകാരനായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ എന്നാലും മനസ്സിൽ മുഴുവൻ സിനിമയാണ്. സിനിമ എന്ന സ്വപ്നം ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ച് കളയാൻ ശ്രമിച്ചിട്ടും, ബോധപൂർവ്വം മായ്ച്ച് കളയാൻ ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമാണ് സിനിമ. ഒരു വലിയൊരു പാഷനായിട്ട് എന്നും മനസ്സിൽ നിലനിൽക്കുന്നത്. സിനിമ സംബന്ധമായ പുസ്തകങ്ങൾ എവിടെ കണ്ടാലും സാധാരണ വാങ്ങിക്കാറുണ്ട്, വാങ്ങാറുണ്ട്. ഏറ്റവും കൂടുതൽ ആവേശം തോന്നിയിരിക്കുന്ന പുസ്തകം ഇതാണ്, മെഗാസ്റ്റാർ മമ്മൂട്ടി എഴുതിയ ചമയങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അതുപോലെ തന്നെ ലോഹിദാസിൻ്റെ പുസ്തകം ഇന്നസെൻറ്റിൻ്റെ ചിരിക്ക് പിന്നിൽ, ഇതൊക്കെ ഒരുപാട് ആവേശം ജനിപ്പിച്ച പുസ്തകങ്ങളാണ്. അതുപോലെ ജയൻ്റെ ജീവചരിത്രം, ഇതൊക്കെ മനസ്സിനെ ഒരുപാട് ഭ്രമിപ്പിച്ച പുസ്തകങ്ങളാണ്. റോഡ് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. അതായത് നമുക്ക് സാധനങ്ങൾ ഇറക്കി എന്നാൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ വളരെയേറെ പൈസ നമുക്ക് ചിലവായി, ഒരുപാട് പൈസ ചിലവായി. പക്ഷേ വിദേശികളും അങ്ങനെയുള്ള ഹോം സ്റ്റേ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്നവർ റോഡുള്ള ഹോം സ്റ്റേ ഒന്നും അവർ തിരഞ്ഞെടുക്കാറില്ല. ക്വയറ്റായിട്ടുള്ളൊരു അന്തരീക്ഷം വേണമെന്നുണ്ടെങ്കിൽ റോഡില്ലാത്ത ഒരു ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളാണ് സാധാരണ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് വിദേശികൾക്ക് വന്ന് താമസിക്കാമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും റോഡില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് ഈ റോഡില്ല എന്നുള്ള ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടും ഇന്നേവരെ ഫീൽ ചെയ്തിട്ടില്ല. കാറുണ്ട്, 5 വർഷമായിട്ട് കാറ് ഉണ്ട്. പക്ഷേ എന്നാലും ആ കാറൊക്കെ പുറത്താണ് കിടക്കുന്നത്. അതിൻ്റേതായ യാതൊരുവിധ ബുദ്ധിമുട്ടും എനിക്കിന്നേവരെ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കഴിയാവുന്നത്ര മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ മരങ്ങൾ പിടിച്ച് കയറുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചൂടുള്ള കാലാവസ്ഥയാണ്. ഈ പ്രാവശ്യം നല്ല രീതിയിലൊക്കെ മഴ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇതൊക്കെ വെക്കുന്ന സമയത്ത് മഴയൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇട്ട് നനച്ചാണ് വളർത്തിയത്. ഈ തല്ലിമരമൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് മാവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം തെങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ തല്ലിമരമൊക്കെ വെച്ചിരിക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ചോദിക്കും, എന്തിനാണ് ഈ പാഴ്മരങ്ങളൊക്കെ വെക്കുന്നത്? ഈ ലോകത്ത് ഒരു പാഴ്മരവും ഇല്ല, എല്ലാ മരങ്ങളും നല്ല മരങ്ങൾ തന്നെയാണ്. ഫലവൃക്ഷങ്ങളും മാത്രമല്ല ഇവിടെ മരങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരു 33% മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നുണ്ട്. ഈ പറമ്പിൽ മാത്രമല്ല, എല്ലാ സ്ഥലത്തും. കാര്യം നമുക്ക് ശുദ്ധവായു കിട്ടുന്നത്, ശുദ്ധവായു തരുന്നത് സസ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ മരങ്ങൾ നമ്മൾ ധാരാളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ മരങ്ങളുടെ സാന്നിധ്യം വളരെ വലിയ അനുഗ്രഹമാണ് നമുക്കെപ്പോഴും. ഇതാണ് എൻ്റെ കുടുംബം. വൈഫ് ജെൻഷാൻ ടീച്ചറാണ്, അർത്തിങ്ങ സ്കൂളിലെ ടീച്ചറാണ്. ഇത് മോനെ ഡാഷിൽ ഹാമറ്റ്, അവന് 3 വയസ്സ്. ഞങ്ങളുടെ വീട് കണ്ടല്ലോ, ഒരു ചെറിയ വീടാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ചെറിയ വീടാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഒരു വീട് വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിനോട് ഞങ്ങൾക്ക് 2 പേർക്കും യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ചെറിയ ഭവനം എന്നൊരാശയം മുന്നിൽ വരികയും ഇങ്ങനെ ഒരു മനോഹരമായൊരു ഭവനം പണി പൂർത്തിയാക്കുവാൻ സാധിക്കുകയും ചെയ്തത്. 2 വർഷത്തോളമായി ഞങ്ങളിവിടെ താമസിക്കുന്നു. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, വീടില്ലാതെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരു 7,500 രൂപ മുതൽ 15,000 രൂപ വരെയൊക്കെ വാടക കൊടുത്ത് താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് പരിചയക്കാർ ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കൂലിപ്പണി ചെയ്ത് വാടക വീട്ടിലൊക്കെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മനസ്സിലുള്ള വീടെന്ന് പറയുന്നത് ഒരു വലിയ വീട്. അതായത് അവരുടെ എന്താണ് അങ്ങനെ ഒരു സ്വപ്നമെന്ന് എനിക്കറിയില്ല. ആ വീട്ടിൽ ഒരു വലിയ മാളികയിൽ താമസിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സുഖം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുകൊണ്ട് ഒരു സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഈ ചെറിയ വീട്ടിൽ ഞങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് കഴിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവരിൽ നിന്ന്, അവരുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറുവാനും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാനും സാധിക്കും.